ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ ക്യാപ്റ്റൻസി നോമിനേഷൻ നടക്കുക കേട്ടോ. ഈ നോമിനേഷനിൽ സാബുമാൻ താൻ പറയുന്നതനുസരിച്ച് ചെയ്യുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട് ഓരോ കുടുംബാംഗങ്ങൾക്കും. വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് അല്പസമയം മുമ്പ് ലൈവിൽ ക്യാപ്റ്റൻസി നോമിനേഷൻ നടക്കുകയാണ്. സാബുമാൻ തൻ്റെ നോമിനേഷൻ അറിയിച്ചു. അനുമോളെയാണ് ക്യാപ്റ്റനായിട്ട് കാണാൻ സാബുമാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിന് പല റീസണുകളും സാബുമാൻ പറയുന്നുണ്ട്. അതിലൊന്ന് ജയിലിലല്ലെങ്കിൽ ക്യാപ്റ്റൻസി എപ്പോഴെങ്കിലും അനുവിനെ നോമിനേറ്റ് ചെയ്യാറുണ്ട് ഞാൻ, അതുകൊണ്ട് ഇത്തവണ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തില്ല, അതിന് പകരം ഞാനിപ്പോൾ ക്യാപ്റ്റൻസിക്ക് നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ള റീസണൊക്കെയാണ് കേട്ടോ നോമിനേഷൻ സമയത്ത് സാബുമാൻ പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ നോമിനേഷൻ ആര് പറയണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് സാബുമാൻ. ആ സമയത്ത് അനുമോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആദിലയെ പറയാൻ. ആദില, നൂറ, അനുമോൾ ഇവരൊരു ഗ്യാങ് ആണല്ലോ. അപ്പോൾ ആദില ക്യാപ്റ്റനായി വരണമെന്നാണ് അനുമോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അനുമോൾ സാബുമാൻ ആരെന്തു പറഞ്ഞാലും പറഞ്ഞ പോലെ ചെയ്യുള്ളൂ. സാബുമാന് സ്വയം ഒരു തീരുമാനമില്ല, അഭിപ്രായമില്ലാത്തൊരു മനുഷ്യനാണ്. അവളൊരു കണ്ടസ്റ്റൻ്റായിട്ടേ പലരും കൂട്ടിയിട്ടില്ല. അപ്പോൾ അനുമോൾ പറയുന്ന അനുസരിച്ച് ചെയ്യുമെന്നുള്ള രീതിയിൽ തന്നെ ഇവളെ പറയൂ എന്നൊക്കെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ സാബുമാൻ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് മൈൻഡ് ചെയ്യാണ്ട് നേരെ ലക്ഷ്മിയെ പറയുന്നു. ലക്ഷ്മി പറയുന്നുണ്ട് പറയല്ലേ എന്നെ പറയല്ലേ എന്ന്. ഒരു പക്ഷേ സാബുമാൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ അവിടെ അനുമോൾക്കിട്ട് ഒരു കൊട്ട് കൊടുക്കുമായിരുന്നു. റിയൻ അറിയുന്നവൻ്റെ കയ്യിൽ കോല് കൊടുക്കില്ല എന്ന് പറയില്ല, അതുപോലെ തന്നെ സാബുമാൻ്റെ കാര്യം. ആ സമയത്ത് സാബുമാനെ വാതുറന്ന് സംസാരിച്ചുകൂടായിരുന്നോ? അനുമോളോട് പറയാമായിരുന്നല്ലോ എൻ്റെ നോമിനേഷൻ എനിക്കറിയാം, എന്നെ സ്വാധീനിക്കാനൊന്നും നോക്കണ്ട, എനിക്കെന്തിനെങ്ങനെ കാണിച്ചു തരുന്നേ, എൻ്റെ അഭിപ്രായം ഞാൻ പറയില്ലേ എന്ന് പറയാൻ എന്താ സാബുമാനെ തോന്നാതിരുന്നേ? ഇങ്ങനെ ഒരു അഭിപ്രായം പറയാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന സാബുമാനെ എങ്ങനെ ശരിയാവുന്നേ? ഈ ആഴ്ചയും സാബുമാൻ പോയിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഒനിലാണ് ഇന്നത്തെ എവിക്ഷനിൽ പോയിരിക്കുന്നത്. ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് ഇന്ന് തന്നെ കഴിഞ്ഞു. സാധാരണ സാറ്റർഡേ ആണ്, ഇന്നും ഫ്രൈഡേ തന്നെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒനിലാണ് പോയിരിക്കുന്നത്. സാബുമാൻ ഇതുവരെയും പുറത്തായിട്ടില്ല. ഇനി 100 എപ്പിസോഡിൽ ഷൂട്ടിങ്ങിൽ ഇനി ഒരാൾ കൂടി പോകുമോയെന്ന് അറിയില്ല, അത് നമുക്ക് നോക്കാം. എന്താണെങ്കിലും അങ്ങനെ പോവുകയാണെങ്കിൽ സാബുമാനായിരിക്കുള്ളൂ പോവുക. പക്ഷേ സാബുമാൻ പോകാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. വോട്ട് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അങ്ങനെ തൻ്റെ അഭിപ്രായങ്ങൾ പോലും തുറന്നു പറയാതെ നിൽക്കുകയാണ് സാബുമാൻ. അങ്ങനെ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര നാൾ സാബുമാനെ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ ചാനലുണ്ടാകും. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.